സംഭവം. അപ്പോൾ ഇതിൽ ഞാൻ മനസ്സിലാക്കിയത് ജോസഫ് അനുമതി ജോസഫ് എന്ന വ്യക്തിയെ ഞാൻ ഫോളോ ചെയ്തു. 1 മില്യൺ ഫോളോവേഴ്സ് ഒരാളായി മാറുന്നു. നിങ്ങളുടെ പുസ്തകത്തിൻ്റെ പേര് നൽകാൻ ദൈവത്തിൻ്റെ ചാരുണ്യം. ഇന്നത്തെ കാലത്ത് എല്ലാം വിവാദമാണ്. ദൈവത്തിൻ്റെ ചാരുണ്യം വിവാദമുള്ള കേസാണ്. നമ്മൾ പറയാം ഇതിൻ്റെ തത്വമുള്ള ആൾക്കാർ ആലോചിക്കുന്നുണ്ട്. ഇപ്പം സ്ത്രീ പുരുഷന്റെ പുറത്താകുന്നു, അവൻ അവളുടേതുന്നു. പക്ഷെ അവൻ അവളുടേതെന്ന് ഒഴിവാക്കിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അങ്ങനെ നമ്മൾ മനുഷ്യർ ഉപയോഗിക്കുന്ന കാലത്തിലാണ് ഈ പുസ്തകം 1 ലക്ഷം കോപ്പി വിറ്റുപോയത്. അപ്പോഴാണ് ഞാൻ നിങ്ങളെ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇതിനെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ ഒരു വീഡിയോ ചെയ്യുമ്പോൾ, നിങ്ങളൊരു പുസ്തകം എഴുതുമ്പോൾ എനിക്ക് തോന്നുന്നത് നിങ്ങളൊരു മോട്ടിവേഷൻ സ്പീക്കറൊന്നും എനിക്ക് തോന്നുന്നില്ല. ഞാൻ തോന്നുന്നത് സത്യസന്ധമായി പറയാണ്, നിങ്ങളുടെ വായനക്കാരെ ഹൃദയം തോന്നുന്നു. അതേപോലെ നിങ്ങൾ വീഡിയോ ചെയ്യുമ്പോൾ അത് കാണുന്ന ആൾക്കാരുടെ ഹൃദയത്തിൻ്റെ ആത്മാവിന് നിങ്ങൾക്ക് തോന്നുന്നു. അപ്പോൾ ഇത് നിങ്ങൾക്ക് സാധിക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് 1 മില്യൺ ഫോളോവേഴ്സിന് കിട്ടിയെന്നാണ് വിശ്വസിക്കുന്നത്. എൻ്റെ ചോദ്യത്തിലേ ഉള്ളൂ, നിങ്ങളൊരു വീഡിയോ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളൊരു പുസ്തകം എഴുതുമ്പോൾ ഇങ്ങനെ വായിക്കുന്ന ആൾക്കാരുടെ വീഡിയോ കാണുന്ന ആൾക്കാരുടെ ആത്മാവിനെ തുറന്ന തരത്തിൽ ചെയ്യാൻ സാധിക്കുന്നതിന് ചെയ്യാൻ വേണ്ടി എന്തൊക്കെ പ്രിക്കോഷൻസ് ആണ് അത് ചെയ്യാറുള്ളത്, എന്തൊക്കെയാണ് പ്രിപ്പയർ ചെയ്യാമെന്ന് അറിയാൻ ആഗ്രഹമുണ്ട്. കാരണം നിങ്ങളെ പോലെ ഒരു മോട്ടിവേഷൻ സ്പീക്കർ അല്ലെങ്കിൽ നമ്മൾ പറയാൻ എനിക്ക് ഉപയോഗിക്കണം. പക്ഷേ നമുക്കത് പഠിക്കാൻ നിങ്ങൾ ചെയ്യുന്ന വീഡിയോ കുറേ ഉണ്ടെന്ന് തോന്നുന്നതായി ഒരു ചോദിച്ചു. താങ്ക് യു. അദ്ദേഹം ചോദ്യം നിങ്ങൾ കേട്ടായിരുന്നു. ഞാനൊരു പുസ്തകം എഴുതുമ്പോൾ വീഡിയോ ചെയ്യുമ്പോൾ വീഡിയോ ചെയ്യുന്നത് എൻ്റെ ചാനൽ നോക്കുകയാണെങ്കിൽ 3 മാസം കൂടുമ്പോൾ ഒരു വീഡിയോ എന്ന രീതിയിലാണ് യൂട്യൂബ് പോയിക്കൊണ്ടിരിക്കുന്നത്. 8 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ എന്നെ ചിലയിൽ നിങ്ങൾ ബ്ലോഗർ അല്ലേ എന്ന് ചോദിക്കാറുണ്ട്. ഐ ഡോണ്ട് ഡു വ്ലോഗ്സ്. എന്തെങ്കിലും ഒന്ന് എൻ്റെ ആത്മാവിനെ തൊടുമ്പോഴാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ടായിരിക്കും ആളുകളുടെ ആത്മാവിനെ തൊടുന്നത്. രണ്ടാമത്തെ കാര്യം, പുസ്തകം എഴുതുമ്പോൾ നമ്മളെ ഫോളോ ചെയ്യുന്ന കാര്യം ഓരോ 4 വർഷം കൂടുമ്പോഴേ ഞാനൊരു പുസ്തകം എഴുതുന്നുള്ളൂ. ഈ 4 വർഷത്തിലുണ്ടായ ഒരുപാട് അനുഭവങ്ങളിൽ എന്തിനൊന്ന് ഹൃദയത്തിൽ ആഴത്തിൽ തൊടുമ്പോൾ എനിക്ക് തോന്നും അതിനെക്കുറിച്ച് എഴുതണം. അതിലിങ്ങനെ അടയിരുന്ന് അതിനെക്കുറിച്ച് അന്വേഷിച്ച് കൂട്ടുകാരോട് ചർച്ച ചെയ്ത് ഒരുപാട് എഫേർട്ട് ഇട്ടിട്ടാണ് നമ്മളൊരു കഥ ലോക്ക് ചെയ്യുന്നത്. 4 വർഷം കൊണ്ട് 400 അനുഭവങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്ന് ചീന്തിയെടുത്ത് നമ്മുടെ മനസ്സിനെ തൊട്ട ഒരു 10-18 കഥകൾ എടുക്കുമ്പോൾ ഒരു പുസ്തകമാകുന്നു. അത് വായിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ആത്മാവിനെ തൊടുന്ന പോലെ തോന്നുന്നതാണ്. ഞാൻ വിചാരിക്കുന്നത് അത് എൻ്റെ ഒരു ക്വാളിറ്റി എന്നതിനേക്കാൾ ഉപരി എൻ്റെ മെത്തഡോളജിയുടെ ഇമ്പാക്റ്റാണ്. ഇങ്ങനെ പെട്ടെന്ന് പുസ്തകം എഴുതുന്ന നല്ല അനുഭവങ്ങൾക്ക് വേണ്ടി കാത്തിരുന്ന് ഒരു പുസ്തകമാക്കാൻ പരുവത്തിൽ ഒരു 10-18-20 അനുഭവങ്ങളാകുമ്പോൾ അതിനെക്കുറിച്ച് എഴുതുക. അതുകൊണ്ടായിരിക്കാം ആത്മാവിനെ തൊടുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നത്. പറഞ്ഞ നല്ല വാക്കുകൾക്ക് നന്ദി.